കിലോ തേനിന് കിട്ടിയത് വെറും 4100 രൂപ. എവിടെയെന്നല്ലേ, മറ്റെവിടെയുമല്ല, ഗുരുവായൂർ ക്ഷേത്രത്തിലാണ് സംഭവം. ഗുരുവായൂരിൽ സമർപ്പണമായി കിട്ടുന്ന ദ്രവ്യങ്ങളുടെയും തുലാഭാര വസ്തുക്കളുടെയും ലേലത്തിൽ വൻ അഴിമതി എന്ന വീണ്ടും ആരോപണം ഉയരുകയാണ്. കുന്നിക്കുരു ലേലത്തിന് പിന്നിലെ അഴിമതി നേരത്തെ വിവാദമായിരുന്നു. വളരെയധികം വില താഴ്ത്തി ലേലം പിടിക്കുന്നത് ഗുരുവായൂരിൽ ചിലർക്ക് മാത്രം കഴിയുന്ന ഒരു അത്ഭുത പ്രവൃത്തിയാണ് എന്നാണ് ഭക്തർ പരിഹസിക്കുന്നത്. അത്രയും തുലാഭാര സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന ഒരു വ്യക്തി അവിടെ നിന്ന് വണ്ടിപ്പരിപ്പ് കട്ടുകൊണ്ടു പോയത് പിടിക്കപ്പെട്ടതോടുകൂടി ദേവസ്വത്തിന്റെ കരിമ്പട്ടികയിൽ അയാൾ പെട്ടിരുന്നു. ഇപ്പോൾ അയാളെ കരിമ്പട്ടികയിൽ നിന്നും മാറ്റി എന്നൊക്കെയാണ് അവിടെ കേൾക്കുന്നത്. ഇക്കാരണത്താൽ തന്നെ തുലാഭാരത്തിന് വേണ്ടുന്ന വസ്തുക്കൾ സപ്ലൈ ചെയ്യുന്ന പഴയ പ്രവൃത്തി അയാൾക്ക് നേരിട്ട് ചെയ്യാൻ നിയമപ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ ബിനാമി പേരിലായിരുന്നു അയാൾ ഇവിടെ കാര്യങ്ങളെല്ലാം ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. സപ്ലൈ ചെയ്യുന്ന സാധനങ്ങൾ ഉപയോഗശേഷം ദേവസ്വം ലേലത്തിൽ വെക്കുമ്പോൾ അയാൾ തന്നെ അത് ലേലം പിടിച്ചെടുക്കും. അയാളുടെ ഇഷ്ടവിഭവമാണ് തേൻ. തുലാഭാരത്തിലെത്തുന്ന ഭക്തരിൽ നിന്നും 1 കിലോയ്ക്ക് 350 മുതൽ 400 രൂപ നിരക്കിൽ ദേവസ്വം പണം ഈടാക്കും. ശരാശരി 30,000 രൂപയാണ് ഒരു തുലാഭാരം കൊണ്ടുള്ള രസീത് വരുമാനം. ശേഷം ഈ തേൻ അവർ വീണ്ടും ലേലത്തിനായി വെക്കുകയാണ്. കിലോയ്ക്ക് 50 മുതൽ 60 രൂപ നിരക്കിലാണ് ഇയാൾ തന്നെ അത് ലേലത്തിൽ എടുക്കുന്നത്. ഗുണനിലവാരമില്ലാത്ത ശർക്കരയും കൂട്ടുകളും ചേർത്തുണ്ടാക്കുന്ന തേനായതിനാൽ അതിന് മറ്റാവശ്യക്കാർ ഒന്നും തന്നെ ഉണ്ടാകാറില്ല. കരിയോയിലിന്റെ നിറമാണ് ഈ തേനിനെന്ന് അവിടെ വരുന്ന പല ഭക്തരും പരാതി നൽകിയിട്ടുണ്ട്. ചാരായം നിർമ്മിക്കുന്നവർ വാഷിന് പോലും ഇത് എടുക്കില്ല എന്നാണ് ഈ തേൻ തുറന്നു കണ്ട ഒരു ഭക്തൻ പറഞ്ഞത്. അയാളുടെ പക്കൽ എപ്പോഴും 10 മുതൽ 15 ക്യാനുകളിലും ബാരലിലുമൊക്കെയായി ഈ സവിശേഷ തേൻ ശേഖരമുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടത്. തേനാണ് തുലാഭാര ദ്രവ്യം എന്നറിയുമ്പോൾ ദേവസ്വം അയാളെ അറിയിക്കും. അയാൾ പാത്രത്തോടുകൂടി സാധനം സപ്ലൈ ചെയ്യും. അവിടെ അന്നോ അല്ലെങ്കിൽ അതിന്റെ പിറ്റേ ദിവസമോ ഒക്കെ ഈ തേൻ വീണ്ടും ലേലത്തിന് വെക്കുന്നു. അയാൾ തന്നെ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ആ ലേലം അവിടെ പിടിക്കുന്നു. വസ്തുവിന്റെ ക്വാളിറ്റി അറിയാവുന്നത് കൊണ്ട് തന്നെ ആരും തന്നെ ഈ തേനിന്റെ അടിസ്ഥാന വിലയായ 300 മുതൽക്ക് ലേലം വിളിക്കാൻ തയ്യാറാവുകയുമില്ല. അയാളെ ഒന്ന് വലിപ്പിക്കാൻ വേണ്ടി ആരെങ്കിലും ഒരു 100 രൂപയ്ക്ക് മേലുള്ള തുകയ്ക്ക് ലേലം വിളിച്ചാൽ തന്നെ അവർക്ക് ഈ തേൻ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഇതാണ് ഇപ്പോൾ അവിടെ സംഭവിക്കുന്നത്. ഇതൊക്കെ അവിടുത്തെ സ്ഥിരം കാഴ്ചയായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒരു 76 കിലോ തുലാഭാരം അവിടെ വന്നു. പിറ്റേന്ന് അത് ലേലത്തിന് വെച്ചപ്പോൾ കേവലം 4100 രൂപയ്ക്കാണ് അയാൾ അത് ലേലം കൊണ്ടെടുത്തത്. ആലോചിക്കണം, എത്ര കിലോ തേനാണ് 4100 രൂപയ്ക്ക് അയാൾ അവിടെ എടുത്തത്. 1 കിലോ തേനിന് 54 രൂപ പോലും തികച്ചില്ലാത്ത ഒരു സംഭവം. 4 ദിവസം കഴിഞ്ഞ് ഒരു 45 കിലോയുടെ തുലാഭാരം അവിടെ വീണ്ടും വന്നു. നേരത്തെ തന്നെ കൊണ്ടുവന്ന ആ തേനിന്റെ പാത്രം പോലും മാറാതെ അയാൾ വീണ്ടും അവിടെ എത്തിച്ചതായി സ്ഥിരമായി ക്ഷേത്രത്തിലെത്തുന്ന ഭക്തരും വ്യാപാരികളും ഒക്കെ പറയുന്നുണ്ട്. 18 വർഷമായി ഇതേ പാത്രം തന്നെയാണ് ഇവർ കൊണ്ടുവരുന്നത് എന്നും ഇവിടെ ഭക്തർ പറയുന്നു. എന്തായാലും ഒരു വ്യക്തിയെ ഇത്രയധികം സാമ്പത്തികമായി വളർത്താൻ ഗുരുവായൂർ ദേവസ്വം അധികാരികൾ കാണിക്കുന്ന ശുഷ്കാന്തിക്ക് പിന്നിൽ യാതൊരുവിധ സാമ്പത്തിക നേട്ടവും അവർക്ക് ഇല്ല എന്ന് വിശ്വസിക്കാൻ എന്തായാലും ആർക്കും സാധിക്കില്ല. എന്റെ പൊന്നു ഗുരുവായൂരപ്പ, ഗുരുവായൂരപ്പനോട് പറയാനുള്ളത്, നിങ്ങൾ ശ്രീലകത്ത് നിന്ന് പുറത്തിറങ്ങരുത്. ഇനി അഥവാ എങ്ങാനും നിങ്ങൾക്ക് ശ്രീലകത്ത് നിന്ന് പുറത്തിറങ്ങേണ്ടി വന്നാൽ നിങ്ങളുടെ പൊന്നാഭരണം അരഞ്ഞാണവും കാൽത്തളയും ഉൾപ്പെടെയാണ് കേട്ടോ. അതെങ്ങാനും അകത്തൂരി വെച്ചിട്ട് ഇറങ്ങി വരുന്നതാവും നല്ലത്. ചിലപ്പോ ഭഗവാന്റെ പട്ടുകോണകം വരെ ഇവന്മാര് ചിലപ്പോ ഊരി വിറ്റെന്ന് വരും. ഇനി ഈ പറയുന്നതിൽ സംശയം ഒന്നും വേണ്ട. സർവ്വ സൈന്യ സുരക്ഷാ സംവിധാനങ്ങളോടും കൂടി അങ്ങ് തിരുവനന്തപുരത്തിരിക്കുന്ന ശ്രീ പത്മനാഭസ്വാമിയുടെ കാര്യം എല്ലാവർക്കും അറിയാലോ. 108 പവൻ സ്വർണം തിരുമറി നടത്തിയതാണ് അവിടുത്തെ ലേറ്റസ്റ്റ് ന്യൂസ്.